കണ്ണൂർ വെണ്ടുട്ടായി കനാൽക്കരയിൽ പടക്കം പൊട്ടി യുവാവിന്റെ കൈക്ക് പരിക്കേറ്റ സംഭവത്തിൽ സിപിഐഎമ്മിനെതിരെ വ്യാജ പ്രചാരണവുമായി മാധ്യമങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നു. ബോംബ് സ്ഫോടനത്തിൽ സിപിഐഎം പ്രവർത്തകന്റെ കൈപ്പത്തി തകർന്നു എന്നാണ് പ്രചരണം. കണ്ണൂരിൽ നിന്ന് എം സന്തോഷ് തയ്യാറാക്കിയ റിപ്പോർട്ട്. കണ്ണൂർ വെണ്ടുട്ടായി കനാൽക്കരയിൽ പടക്കം പൊട്ടി യുവാവിൻ്റെ കൈവിരലുകൾക്ക് പരിക്കേറ്റ സംഭവത്തിൽ വലിയ രീതിയിലുള്ള തെറ്റായ പ്രചരണമാണ് നടന്നത്. ബോംബ് സ്ഫോടനത്തിനിടെ പരിക്കേറ്റ് CPIM പ്രവർത്തകൻ്റെ കൈപ്പത്തി തകർന്നു ബോംബ് സ്ഫോടനത്തിനിടെ എന്നുള്ള രീതിയിലാണ് മാധ്യമങ്ങൾ വാർത്തകൾ നൽകിയത്. എന്നാൽ ഇതിപ്പോൾ ഈ സ്ഥലത്ത് വെച്ചാണ് സംഭവം ഉണ്ടായത്. ഇവിടെ ആണ് ബിപിൻ രാജിൻ്റെ വീടിന് തൊട്ടടുത്തുള്ള ഈ പരിക്ക് പറ്റിയ ബിപിൻ രാജിൻ്റെ വീടിന് തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണിത്. ഗ്രൗണ്ടാണ്. ഇവിടെ വീടുകളുണ്ട്, ചുറ്റു വീടുകളെല്ലാമുള്ള പ്രദേശമാണ്. അവിടെ ആണ് ഈ പടക്കം പൊട്ടിക്കുന്നതിനിടയിൽ തീ കൊളുത്തുന്നതിനിടെ ഇത് കയ്യിൽ വെച്ച് പടക്കം പൊട്ടുകയും കൈവിരൽ 3 വിരലുകൾക്ക് ഈ അറ്റുപോവുകയും ചെയ്ത സംഭവം ഉണ്ടായത്. പോലീസ് എത്തി പരിശോധന നടത്തി ഇവിടെ ഈ പടക്കം പൊട്ടിച്ചതിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം കണ്ടെത്തുകയും ചെയ്തിരുന്നു. പോലീസും ആ രീതിയിൽ തന്നെയാണ് കേസ് ഇത് പടക്കം പൊട്ടിയതാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി കണ്ടെത്തൽ നടത്തുകയും ചെയ്തത്. പക്ഷേ ഇത് ഒരു CPIMനെതിരെയുള്ള ഒരു വാർത്ത എന്നുള്ള രീതിയിലാണ് വ്യാപകമായി പ്രചരിക്കപ്പെട്ടത്. CPIM പ്രവർത്തകർ ഈ സ്ഫോടനത്തിൽ CPIM പ്രവർത്തകൻ്റെ കൈ തകർന്നു എന്നുള്ള രീതിയിലാണ് വലിയ രീതിയിലുള്ള പ്രചാരണങ്ങൾ ഉണ്ടായത്. നമുക്ക് ഇവിടെ പ്രദേശവാസികൾ തൊട്ടടുത്തുള്ള ആളുകൾ തന്നെയുണ്ട്. എന്താണ് ശരിക്കും സംഭവിച്ചത്? ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇന്നലെ കഴിഞ്ഞ ദിവസം നടന്ന ആഘോഷത്തിന് വേണ്ടി വാങ്ങിച്ച പടക്കമായിരുന്നു. അത് അവൻ്റെ വീട്ടിൽ വെച്ച് വട്ടി പൊട്ടിക്കാൻ ശ്രമിച്ചപ്പോൾ അവൻ്റെ ചെറിയ കുഞ്ഞുണ്ടായിരുന്നു, ഇവിടെ പെങ്ങളുടെ കുഞ്ഞുണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ പറഞ്ഞു ഇവിടുന്ന് പൊട്ടിക്കണ്ട, എവിടെയും പോയി പൊട്ടിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ വേറെ സ്ഥലത്തേക്ക് പോയി അവിടുന്ന് കയ്യിൽ നിന്ന് പൊട്ടുകയുണ്ടായത്. മാധ്യമങ്ങൾ ഇവിടെ വന്നിട്ടും കൂടിയില്ല, ഈ കൈരളി മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. അവർക്ക് കള്ളപ്രചരണം നടത്തുകയുണ്ടായിരുന്നത്. തീർത്തും തെറ്റായ പ്രചരണമാണ്. ഈ നാടിനെ തന്നെ അപമാനിക്കുന്ന രീതിയിലുള്ള വലിയ തെറ്റായ വാർത്താ പ്രചരണമാണ് ഉണ്ടായത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട്. ഈ ബിപിൻ രാജിൻ്റെ സഹോദരി തന്നെ വളരെ കൃത്യമായി ഈ സംഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വീട്ടിൽ നിന്ന് പടക്കം പൊട്ടിക്കാൻ ശ്രമിക്കുകയും അപ്പോൾ അവിടെ ചെറിയ കുട്ടിയുണ്ട്, സഹോദരിയുടെ കുഞ്ഞുണ്ട്. അതുകൊണ്ട് തന്നെ കുഞ്ഞ് ഉണരും എന്ന് പറഞ്ഞതിനാലാണ് അവിടെ വീട്ടിൽ പടക്കം പൊട്ടിക്കാൻ സമ്മതിക്കാത്തത് കൊണ്ടാണ് തൊട്ടടുത്തുള്ള ഗ്രൗണ്ടിലേക്ക് വന്ന് പടക്കം പൊട്ടിക്കാനായി വന്നത് എന്നുള്ളത് സഹോദരി തന്നെ കൃത്യമായും വ്യക്തമാക്കുന്നുണ്ട്. ഇവിടെ ഇവൻ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇവിടുന്ന് പൊട്ടിക്കാൻ നോക്കി പൊട്ടാസ്. അപ്പോൾ ഞാൻ പറഞ്ഞ് വാവ ഉറങ്ങുന്നത്, അപ്പോൾ ഇവിടുന്ന് പൊട്ടിക്കണ്ട ഞെട്ടുമെന്ന് പറഞ്ഞ്. എന്നിട്ട് ഞാൻ ഇങ്ങനെ പിന്നെയും പൊട്ടിക്കാൻ നോക്കി. ഞാൻ ദേഷ്യം പിടിച്ച് പറഞ്ഞേരം ഞാൻ പറഞ്ഞ അങ്ങോട്ടേക്കാട്ട് എടുത്തിട്ട് പോയിക്കോന്ന് പറഞ്ഞു. അങ്ങനെ എടുത്തിട്ട് പോയതാ മേല. സാധാരണ പടക്കോ, സാധാരണ ഒരു തിരിയെല്ലാം കണ്ടിന്, ഒരു സാധാരണ ഒരു പടക്കോ. നിലവിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ സംഘർഷങ്ങളോ ഒന്നും നിലനിൽക്കാത്ത തീർത്തും സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു പ്രദേശമാണിവിടെ. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു ബോംബ് സ്ഫോടനത്തിൻ്റെയോ മറ്റോ യാതൊരു സാഹചര്യവുമില്ല. പക്ഷേ കൃത്യമായും ഒരു തെറ്റായ പ്രചരണം ഈ സംഭവത്തെക്കുറിച്ച് നടത്തുകയും CPIMനെ ഒരു ഭാഗത്ത് പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള പ്രചരണമാണ് മാധ്യമങ്ങൾ ഈ സംഭവത്തിൽ നടത്തിയത്. പിന്നീട് പോലീസിൽ നിന്നും ഇത് പടക്കമാണ് പൊട്ടിയത് എന്നുള്ള കൃത്യമായിട്ടുള്ള വിവരം ലഭിച്ചിട്ട് പോലും അത് കൃത്യമായി തിരുത്താൻ പോലും മാധ്യമങ്ങൾ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.